വിഴിഞ്ഞം തുറമുഖം ആരാണ് കൊണ്ടുവന്നത് എന്ന അവകാശവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സന്താന ഉൽപ്പാദനശേഷിയില്ലാത്ത ആളെപ്പോലെയാണ് പിണറായി വിജയൻ്റെ അവകാശവാദമെന്നാണ് മുരളീധരൻ പറയുന്നത്. പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ആൾ അയൽവീട്ടിലെ കുട്ടിയോട് ഞാനാണ് അച്ഛൻ എന്ന് പറയുന്നത് പോലെയാണ് പിണറായി ഇപ്പോൾ ചെയ്തത് എന്നും മുരളി പറഞ്ഞു. UDFിൻ്റെ കുട്ടികളുടെ അവകാശം ഏറ്റെടുക്കാൻ LDF ശ്രമിക്കുകയാണെന്നും ഒരു നാണവുമില്ലാതെ UDF പദ്ധതികളുടെ പിതൃത്വം പിണറായി വിജയൻ ഏറ്റെടുക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. KPCC സംവിധാൻ ബച്ചാവോ പൊതുസമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശമുണ്ടായത്. വിഴിഞ്ഞം പദ്ധതി K കരുണാകരൻ്റെ കാലത്തേക്കുള്ള ആലോചനയാണെന്നും അതിൻ്റെ പണി തുടങ്ങിവെച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും PC വിഷ്ണുനാഥും പറയുന്നു. ഒരു പദ്ധതി പൂർത്തിയായി കഴിയുമ്പോൾ എൻ്റെ അച്ഛനാണ് ഇതാദ്യം മനസ്സിൽ ആലോചിച്ചതെന്നും വെല്ലിച്ചനാണ് അതിൻ്റെ കല്ലിട്ടതെന്നും പറയുന്നത് അല്പത്തരമാണ്. സ്വാഭാവികമായും ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കുന്നവർക്ക് തന്നെയാണ് അതിൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത്. ഇത്തരം വാദങ്ങൾ ഉയർത്തുമ്പോഴും അടുത്ത KPCC അധ്യക്ഷൻ ആരെന്ന് തീരുമാനിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറണം എന്ന നേരിയ സൂചന പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് K സുധാകരൻ ഇപ്പോഴും പറയുന്നത്. സുധാകരന് പകരം ബെന്നി ബെഹന്നാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, റോജി M ജോൺ തുടങ്ങിയവരെ KPCC അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്തായാലും തൽക്കാലം സുധാകരനെ മാറ്റില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് പറയുന്നത്. ഇവരല്ലെങ്കിലും പണ്ടേ ഇങ്ങനെയാണ്. കോൺഗ്രസിൽ എന്നെങ്കിലും ഏതെങ്കിലും സ്ഥാനം ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒഴിഞ്ഞ ചരിത്രമുണ്ടായിട്ടുണ്ടോ? അഥവാ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോയവർ അതിലും വലിയ സ്ഥാനത്തേക്കായിരിക്കും പോയിട്ടുള്ളത്. 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം, തമ്മിൽ തല്ലണം, കുറച്ച് മോഷ്ടിക്കണം, അത്രയുള്ളൂ ഇവരുടെ കാര്യങ്ങൾ. നിങ്ങൾ ഈ അവഹേളിക്കുന്ന പിണറായി വിജയൻ 1998 ഈ സംസ്ഥാനത്ത് മന്ത്രിയായിരിക്കുമ്പോഴാണ് രാജിവെച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ CPM പറയുന്നത്. ഒരു ചോദ്യവുമില്ലാതെ പിണറായി സെക്രട്ടറിയായി. 2015 സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നപ്പോൾ ഒരു ഒച്ചപ്പാടുമില്ലാതെ ആ സ്ഥാനം ഒഴിയുകയും ചെയ്തു. അതേപോലെ 2021 ഇടതുപക്ഷം വിജയം ഉറപ്പിച്ച ഇലക്ഷനിൽ സീറ്റ് കിട്ടാനും ഒരു മന്ത്രിയാകാനും എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന ആളാണ് വിജയരാഘവൻ. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ അസുഖം കാരണം താൽക്കാലിക സെക്രട്ടറിയുടെ ചുമതല വഹിക്കാൻ പാർട്ടി പറഞ്ഞപ്പോൾ വിജയരാഘവൻ അങ്ങനെ ചെയ്തു, മത്സരിക്കാതെ മാറി നിന്നു. ചികിത്സ കഴിഞ്ഞ് കോടിയേരി വന്നപ്പോൾ പാർട്ടി പറഞ്ഞ പോലെ ആ പദവി ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് രാജിവെച്ച് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ പാർട്ടി MV ഗോവിന്ദനോട് ആവശ്യപ്പെടുന്നത്. ഒരു മറുചോദ്യം പോലുമില്ലാതെ ഗോവിന്ദൻ രാജിവെച്ചു, സെക്രട്ടറിയായി. CPM എന്ന പാർട്ടിക്കുള്ളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ രാഷ്ട്രീയത്തിലെ അച്ചടക്കം എന്നത് കോൺഗ്രസ്സുകാർ അവരെ കണ്ട് പഠിക്കണം. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എത്രയെത്ര ആളുകളുടെ പേരാണ് KPCC അധ്യക്ഷസ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ സുധാകരനെ നിലനിർത്തി പുനഃസംഘടന പൂർത്തിയാക്കാൻ തീരുമാനം ആയിരിക്കുന്നു.